ഈ വിലക്ക് ഇനി ഒരിക്കലും കിട്ടില്ല. ഒന്നാമത് ഈ വീട് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പെട്ടെന്ന് കാര്യം. ഓക്കെ, ഒന്നാമത്തെ വീട് അദ്ദേഹം പൊട്ടിച്ചേക്കുന്നത് വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രവാസിയാണ്, ഗൾഫിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുറച്ച് എനിക്ക് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഞാനൊന്നുമല്ല, വേറെ ആൾക്കാരാണ് ഓപ്പറേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ചാനൽ ചോദിക്കാനുള്ള അവകാശമില്ലാതായിപ്പോയി. അപ്പോൾ ആ ചാനലിൽ ഞാൻ നേരത്തെ വീഡിയോ കുറേ ഇട്ടുണ്ടായിരുന്നു, ഞാൻ തനിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ഓപ്പറേറ്റിംഗ് കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് എനിക്ക് അതിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. സിലു ടോക്സ് സല, അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ഗഫൂർ കല്ലിങ്കൽ, ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു അവരുടെ ഫാമിലി ലൈഫിൻ്റെ അകത്ത് നടന്ന വളരെ രഹസ്യമായിട്ടുള്ള, അതിനകത്ത് നമുക്ക് ആർക്കും ഒരു ധാരണയുമില്ലാത്ത ഒരു വിഷയം, ഒരു കുടുംബത്തിൻ്റെ അകത്ത്, എല്ലാ കുടുംബങ്ങൾക്കകത്ത് സാധാരണ നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് പൂർണ്ണമായി അറിയാത്ത ഒരാളെന്ന നിലയ്ക്ക് ഇതിനകത്ത് രണ്ട് പക്ഷക്കാരുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ പൊതുബോധം നിൽക്കുന്നത് സിലു ടോക്സിലെ സല, അവൾ ഒരു അഹങ്കാരിയാണ്. അവൾ ഈ ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് അവൾ കടന്ന് വേറെ എവിടെയോ പോയി സുഖജീവിതം നയിക്കുന്നു എന്നുള്ള രീതിയിൽ പറയാനാണ് എല്ലാവർക്കും താല്പര്യം. കാരണം നമുക്ക് അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലും ഒരാളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മതി, നമ്മൾ പിന്നെ അവരങ്ങ് കൊന്നു കൊല വിളിച്ചോളും. ഇതിൻ്റെ അകത്ത് അവരുടെ സൈഡിൽ എന്താണ് അവരിതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ആ വീഡിയോ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് പറയാം. ഇതിൻ്റെ അകത്ത് ഇതിപ്പം നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് കൊണ്ടാവണം എൻ്റെ ഇൻബോക്സിൻ്റെ അകത്ത് ചില ഫേക്ക് ഐഡിയകളിൽ നിന്ന് ചില ഇൻബോക്സ് മെസ്സേജസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. ഇതിൻ്റെ സത്യങ്ങൾ പുറത്തു വരാൻ ഒരുപാടുണ്ട്. ഇത് നിങ്ങൾ കേൾക്കുന്നതൊന്നുമല്ല, അതായത് ഇതിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നതൊന്നും അല്ല എന്നുള്ള രീതിയിലേക്ക് കുറേ അധികം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ഞാനിവിടെ എന്തായാലും പറയുന്നില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, നമ്മളിപ്പോൾ കേൾക്കുന്നതും നിങ്ങളിപ്പോൾ പറയാൻ ശ്രമിക്കുന്നതും കല്ലെറിയാൻ ശ്രമിക്കുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ആവണമെന്നില്ല. അതിൻ്റെ അകത്തുള്ള ഉൾപ്പൊരുൾ, അതിൻ്റെ പിന്നിൽ ഇതിനെല്ലാത്തിനും ചിലപ്പോൾ ചില കാരണങ്ങളുണ്ടാവാം. അത് അറിയാത്തിടത്തോളം അത് ഇതുവരെ പുറത്തു വരാത്ത സ്ഥിതിക്ക് അത് ഇവരിൽ ആരെങ്കിലുമൊക്കെ ആ ഒരു കാര്യങ്ങൾ പറയുന്നത് വരെയും നമ്മൾ ഈ രണ്ട് ഭാഗത്തേക്കും കല്ലെറിയാതിരിക്കുക എന്നുള്ള കാര്യം. ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ സത്യം അതിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും കിട്ടി പുറത്തേക്ക് വന്നേക്കാം. അതുവരെ ഇപ്പോൾ ആ ഒരു സ്ത്രീ ഒരു 5 കുട്ടികളുമായിട്ട് ഒരിടത്ത് പോയി താമസിക്കുന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറെ പിരിഞ്ഞ് നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിങ്ങനെ എറിയുന്ന കല്ലുകൾ എറിഞ്ഞ് ആ ഒരു പ്രഹരം വളരെയധികം കൂടുമ്പോൾ 5 കുട്ടികളും ഒരു അമ്മയും ഒറ്റപ്പെട്ട് താമസിക്കുകയാണ്. മറക്കരുത്, അത് നമുക്ക് നാളെ ഒരു ദുരന്തമായിട്ട് മാറാതിരിക്കട്ടെ. സോ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഊഞ്ഞാല് വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക, അറിയിക്കുക. കാരണം 40 പീസുള്ളൂ, ഈ വിലക്ക് ഇനി ഒരിക്കലും കിട്ടില്ല. ഒന്നാമത് ഈ വീഡിയോ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പെട്ടെന്ന് കാര്യം. ഓക്കെ, ഒന്നാമത്തെ വീഡിയോ അദ്ദേഹം പൊട്ടിച്ചേക്കുന്നത് വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ അവർ താമസിച്ചിരുന്ന ഈ വീട്ടിലാണ്. ഈ വീട്ടിൽ വെച്ചിട്ടാണ് സിലു ടോക്സിലെ സല ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളത്, അഥവാ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്കിടയിൽ എന്തൊക്കെയോ ദാമ്പത്യപരമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. ആദ്യമായിട്ട് നടക്കുന്നൊരു വീട്, അല്ലെങ്കിൽ ആദ്യമായിട്ട് നടക്കുന്ന ദമ്പതികൾ ഇവരല്ല. അപ്പം അതിൻ്റെ അകത്ത് എന്തൊക്കെയോ സംതിങ് ഇൻസൈഡിൽ നടക്കുന്നുണ്ട്, നമുക്കറിയില്ല കേട്ടോ. അപ്പോഴും ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അദ്ദേഹം വീട് കൊടുക്കുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, 2-3 ആൾക്കാർ വന്ന് നോക്കി നോക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സാധനം കൊടുക്കുന്നത്. കാരണം മുകളിൽ ഫുള്ളായിട്ട് ഫില്ലായിരിക്കുന്നത്. അപ്പോൾ നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് എത്രയും പെട്ടെന്ന് കൊടുക്കുന്നത്. അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രവാസിയാണ്, ഗൾഫിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുറച്ച് മാസങ്ങളുണ്ടാവും. അപ്പോൾ അതൊരു കടകാലിയാക്കണം വീടിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. വലിയ നല്ല ഓഫർ ഉണ്ടാവും. അതുപോലെ ഈ സാധനങ്ങൾ നമ്മൾ പാർസൽ അയക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഉണ്ട്. അപ്പോൾ അതും പാർസൽ അയക്കാൻ പറ്റണ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരം വളരെ പതിഞ്ഞ ശബ്ദത്തിൽ, താഴ്ന്ന ശബ്ദത്തിൽ, എന്താ പറയുക, ഒരു പുള്ളിക്കാരൻ എന്തോ പറയണം പക്ഷെ അത് പറയത്തില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ സംസാരത്തിൽ വരുന്നത്. ഞാനതാ പറഞ്ഞേ, നമ്മുടെ മുമ്പിലേക്ക് ഒരാൾ, ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഒന്നും നമ്മുടെ അടുത്ത് പറയാതെ പറഞ്ഞു പോകുമ്പോൾ അതിനകത്ത് അയാളുടെ ഭാഗത്താണോ ശരി, അത് മറ്റേ ഭാഗത്ത് ശരിയുണ്ടോ എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മുടെ മുമ്പിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ബാക്കിയെല്ലാം ഹൈപ്പോത്തറ്റിക്കലി നമ്മുടെ ഭാവനയ്ക്ക് അനുസൃതമായിട്ട് ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തി, ഒരാളെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്ത്, ചിലപ്പോൾ ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് മറ്റൊരു കുറ്റപ്പെടുത്തി, ചിലപ്പോൾ അവരെ കുറ്റപ്പെടുത്തി ഇദ്ദേഹത്തിന് സപ്പോർട്ട്, അങ്ങനെ പലതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറി മറിഞ്ഞും വരാം. അതൊക്കെ ഈ വീഡിയോയുടെ മുമ്പിൽ വരുന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള കാര്യം അവരും പറയുന്നില്ല. അദ്ദേഹം ഇപ്പം പ്രവാസിയാണ്, അദ്ദേഹം തിരിച്ച് പ്രവാസ ജീവിതത്തിലേക്ക് തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചാരിറ്റി വീഡിയോ, ഉള്ള കാലത്ത് ചാരിറ്റി വീഡിയോ ഉണ്ട്. ചാരിറ്റി വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ എനിക്ക് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഞാനൊന്നുമല്ല,
വേറെ ആൾക്കാരാണ് ഓപ്പറേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ചാനൽ ചോദിക്കാനുള്ള അവകാശമില്ലാതായിപ്പോയി. അപ്പോൾ ആ ചാനലിൽ ഞാൻ നേരത്തെ വീഡിയോ കുറേ ഇട്ടുണ്ടായിരുന്നു, ഞാൻ തനിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ഓപ്പറേറ്റിംഗ് കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് എനിക്ക് അതിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ചാനൽ സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്, വട്ടപൂജ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഈ ചാനൽ മുന്നോട്ട് പോയി ഇതിൽ കുറേ കാര്യങ്ങൾ കൂടി ചെയ്യാവുന്നുണ്ട്. ഒരു ചാരിറ്റിയും പോണ ഉള്ളവരെ കുറേ ചാരിറ്റിയും അതുപോലെ തന്നെ നല്ല ഓഫർ, നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഓഫർ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കടക്കാർ കാലിയാക്കുന്നുണ്ടെങ്കിൽ അവർ പറയും. ഇപ്പോൾ 5 മക്കളുടെ അച്ഛനാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ചാരിറ്റി ചെയ്യാനുള്ള താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഒരു ചാനൽ എനിക്കുണ്ടായിരുന്നു, ഇപ്പോൾ അത് ചോദിക്കാനുള്ള അർഹത എനിക്കില്ലാതായി പോയി എന്നുള്ള കാര്യം ഇപ്പോൾ ഞാനതാ പറഞ്ഞത്. ഇവിടെ എന്തൊക്കെയോ മുന വെച്ച് സംസാരിക്കുന്നു. ഈ സംസാരത്തിൻ്റെ അകത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം കേട്ട പാതി കേൾക്കാത്ത പാതി ഇദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നില്ല. അപ്പം ആ ചോദിക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്തൊരു സാഹചര്യമാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ എന്താണെന്ന് ഈ ഒരു ചാനലിന് സീറോയിൽ നിന്ന് തുടങ്ങുന്നു. ഇതൊക്കെ നല്ല കാര്യം, അദ്ദേഹം പറയുന്നതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ ഞാൻ ഇപ്പോഴും ഞാൻ എൻ്റെ ഒരു ചിന്ത ഇതാണ്. അതായത് ഇദ്ദേഹം വളരെ ഇമോഷണലി അദ്ദേഹം വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വീട് കഷ്ടപ്പെട്ട് അവരുണ്ടാക്കിയിട്ടുള്ള വീടാവാം, അല്ലെങ്കിൽ വാങ്ങിയതാവാം. ആ വീട് കൊടുക്കുന്നു. അതിനകത്ത് നിന്ന് എന്താ പറയുക, അദ്ദേഹം പ്രവാസ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ 5 മക്കൾ ഭാര്യയോടൊപ്പം മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നു. ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്താണ് ഡ്രാമയാണ്, ഈ ഭാര്യയും ഭർത്താവും ചെയ്യുന്നുള്ള ഡ്രാമയാണ്. ഞാൻ പറയാം ഇതൊരു ഡ്രാമയൊന്നുമല്ല. ഇത് എന്തോ സംതിങ് ഇതുള്ളത് തന്നെയാണ്. ഇത് സൈക്കോളജിയൊക്കെ അറിയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഡ്രാമയൊന്നുമല്ല. ഇത് ഡ്രാമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി എൻ്റെ കുഴപ്പമാണെങ്കിൽ അത് ഫ്യൂച്ചറിൽ തെളിയിക്കപ്പെടട്ടെ. ഇത് മറിച്ച് ഇതിനകത്ത് എന്തോ കാര്യമായ ഗുരുതരമായിട്ടുള്ള എന്തൊക്കെയോ സംതിങ് പ്രശ്നങ്ങൾ കാരണമാവണം ഇവരിപ്പം രണ്ട് വഴിക്ക് നിൽക്കാനുള്ള സാധ്യത ഉണ്ടായത്. ആ കാരണം അല്ലെങ്കിൽ ആ കാര്യം നിങ്ങൾക്കും എനിക്കും വ്യക്തമായി അറിയാത്തടത്തോളം കാലം ബാക്കി മൊത്തം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അഭ്യൂഹങ്ങൾ നമ്മുടെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് നമ്മുടെ ഭാവനയ്ക്ക് അനുസൃതമായിട്ട് പറച്ചിൽ നടത്താം എന്നുള്ളതിനപ്പുറം ഇപ്പം ഇദ്ദേഹം പറയുന്നത് കേട്ടിട്ട് അവരെ കുറ്റപ്പെടുത്താം, അല്ല അവർ പറയുന്നത് കേട്ട് ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്താതിനപ്പുറം ഇതിൻ്റെ സത്യാവസ്ഥ ഏതായിരിക്കും എന്നുള്ള കാര്യം. 5 മക്കളിൽ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇവരുടെ 2 കുട്ടികൾ വളരെ മുതിർന്ന കുട്ടികളാണ്. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി, വളരെ പ്രായമുള്ള കുട്ടിയാണ്, അത്യാവശ്യം പ്രായമുള്ള കുട്ടിയാണ്. ആ പ്രായമുള്ള കുട്ടി സാധാരണ ആ പ്രായമുള്ള കുട്ടികളൊക്കെ നിൽക്കവേ ഇതിൻ്റെ അകത്ത് അവർ പൂർണ്ണമായിട്ട് അമ്മയുടെ കൂടെ, അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഒരു കൊളിഷൻ, ഒരു തർക്കം വഴക്ക് ആ കുട്ടികൾക്കിടയിൽ തന്നെ അല്ലെങ്കിൽ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് വേണം, ഇതാ ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് സംതിങ് ഒരു ഫിഷി സെറ്റപ്പ്, എന്തോ ഒരു എലമെന്റ് കിടപ്പുണ്ട്. ചിലപ്പോൾ അത് പുറത്തു വരുമായിരിക്കും, നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ക്യാഷിലാണ്ട് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കാനുള്ള സംവിധാനം പറഞ്ഞിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഇട്ടുതരാന്ന് 2 ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കാനുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ടുകളേ നടക്കുകയുള്ളൂ. അപ്പോൾ സപ്പോർട്ടെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താലേ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് നിങ്ങൾക്കും മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അവസ്ഥ. എല്ലാവർക്കും അറിയാം. കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയത്തില്ല. എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. വളരെ സന്തോഷകരമായി ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് കേട്ടോ. അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിനെയും ഇവരുടെ ആ ഒരു ഫാമിലി ഒരുമിച്ച് കണ്ടിട്ടുള്ള ആളാണ്. അപ്പം ഉറപ്പിച്ച് ഞാൻ പറയാം, ഇവർക്കിടയിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നത് സിലു ടോക്സിൽ സല വന്ന് പറഞ്ഞൊരു വീഡിയോക്കകത്ത് ആ പുള്ളിക്കാരത്തി പറഞ്ഞത് ഞങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആണ്, ഞങ്ങൾ മാറി താമസിക്കുന്നു, മറ്റൊരു വീട്ടിലാണ് എന്നുള്ള രീതിയിലാണ് ആ പുള്ളിക്കാർ പറഞ്ഞു വെച്ചിട്ട് പോയത്. അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അവർക്ക് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാവാം അവരത് അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം വന്ന് പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം അറിയാം. എന്ത് കാര്യം അറിയാം? നിങ്ങൾക്കറിയോ കാര്യം? എനിക്ക് എന്തായാലും അറിയത്തില്ല. ഇതിനകത്ത് താഴത്തൊരു കമൻറ്റ് നോക്കാം. ഇയാളുടെ മുഖത്ത് ഇപ്പോഴാണ് വെളിച്ചം വന്നത്. ആണോ? അതെന്താണോ? ഇപ്പം എൻ്റെ മുഖത്ത് നല്ല വെളിച്ചം വന്നിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആണല്ലോ അല്ലേ? കാരണം ഇപ്പം കാണുമ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പം ഈ വെളിച്ചം വന്നത് 20 വർഷത്തെ ജയിൽ ജീവിതം കഴിഞ്ഞു, ഇനി സ്വതന്ത്രമായി ജീവിക്കും. ആരുടെയോ ജീവിതത്തിൻ്റെ അകത്ത് എന്തൊക്കെയോ ചെറിയ പ്രശ്നമോ ഗുരുതരമായതോ എന്തോ ഉണ്ടായിട്ടുണ്ടാവാം. ആ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഉടനെ തന്നെ ഇയാളുടെ മുഖത്ത് ഇപ്പോഴാണ് ഇയാൾ വെട്ടം വീണത്. ചില സ്ത്രീകൾ അല്ലെങ്കിൽ ചില പെൺകുട്ടികളെ വിവാഹം കഴിച്ചുകൊണ്ട് ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് പോകും. കല്യാണം എന്നുള്ള ഏർപ്പാടിൽ ഒരുപാട് മാറ്റം കാലികമായിട്ട് മാറേണ്ടതുണ്ട്. കല്യാണം കഴിച്ചുകൊണ്ട് ആ പെൺകുട്ടി വലതുകാൽ വെച്ച് കയറിപ്പോയതിന് ശേഷം കുറച്ച് ദിവസത്തിന് മുമ്പ് വലിച്ചു കിടക്കുന്ന അപ്പം അടുത്ത ദിവസം ഡെഡായി കഴിഞ്ഞാൽ പറയും ഈ പെണ്ണ് കാരണമാണ് വലതുകാല് വെച്ച് കയറി വന്നു മൂദേവി കുടുംബം നശിപ്പിക്കാൻ വന്നു. പിന്നെ അവിടുത്തെ തെങ്ങിൽ നിന്ന് വീഴുന്ന തേങ്ങയ്ക്കും പ്ലാവിൽ നിന്ന് വീഴുന്ന ചക്കയ്ക്കും മാവിൽ നിന്ന് മാങ്ങയ്ക്കടക്കം ഈ പെൺകുട്ടി പേരുദോഷം കേൾക്കേണ്ടി വരും.
മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു സിസ്റ്റം നമുക്കിടയിലുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പം ഈ 20 വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്ന വെളിച്ചം കുറച്ച് ദിവസത്തിന് മുമ്പല്ലേ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ അവിടെ നിന്ന് പോയത്. അപ്പോൾ ആ വെളിച്ചം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർ ഒരുമിച്ച് നിന്നിട്ട് ഉണ്ടായ വെളിച്ചമല്ലേ അല്ലേ? അല്ലാതെ ഏകപക്ഷീയമായിട്ടൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? സ്വന്തം കുടുംബം നോക്കി നടത്താൻ കഴിയാത്തവർക്ക് ചാരിറ്റി, അതൊരു ന്യായമായ ക്വസ്റ്റ്യനാണ്. എന്ത് ചാരിറ്റിയാണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചാരിറ്റി എന്നുള്ള സാധനം ഇപ്പോൾ എവിടെ നോക്കിയിരുന്നാലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു കാര്യമാണ് ചാരിറ്റി എന്നുള്ള കാര്യം. കുറേ അധികം CSR ഫണ്ടുകളുള്ള ആൾക്കാർ, അഥവാ വളരെയധികം ബിസിനസ്സൊക്കെ ചെയ്ത് ഒത്തിരി പൈസ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാശിനെ അവർ ഇങ്ങനെയൊക്കെ കുറേ ചിലവഴിക്കുന്ന സമയത്ത് കിട്ടുന്നൊരു ഫെയിം പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ അറിയുന്ന ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടാൽ മതി. അങ്ങനെ കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും നന്മയുടെ നിറകുളങ്ങളൊക്കെ ആയിട്ട് മാറുന്നു. വേറെ കുറേ അധികം ഏർപ്പാടുകൾ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. ഇനി എന്തായിരുന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് മറ്റൊരാളിലൂടെ വേറൊരാൾക്കൊരു ഗുണമായി വരുന്നൊരു കാര്യമുണ്ടെങ്കിൽ 100% അംഗീകരിക്കുന്നൊരു മനസ്സാണ് എനിക്കുള്ളത്, നിങ്ങൾക്കുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ചായ തന്നെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല, മറ്റൊരാളൊരു ചായ വാങ്ങിച്ചു ഒരാൾ കൊടുത്തു, അതൊരു നല്ല കാര്യം. ചാരിറ്റി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു, ചാരിറ്റി നമ്മൾ ഈ ചാനലിൽ കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതത്ര നല്ല ലക്ഷ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനാണ് ചാരിറ്റി ചെയ്യണമെന്ന് നമ്മൾ പറയണം? ഈ ചാനലിൽ കൂടെ ചാരിറ്റി ചെയ്യാൻ താല്പര്യമുണ്ടെന്നും ചാരിറ്റി ചെയ്യാൻ വേണ്ടി എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല. ഒരാൾ ചാരിറ്റി ചെയ്യുന്നുവെങ്കിൽ ഒരു എനിവേ അത് പുള്ളി എന്താണ് ഉദ്ദേശിച്ചത്, പുള്ളിയുടെ ചിലപ്പോൾ നല്ല മനസ്സുകൊണ്ടാവാം, നമുക്കറിയാത്തതായിരിക്കും, ചിലപ്പോൾ പുള്ളിയുടെ നല്ല മനസ്സായിരിക്കും അല്ലേ. രണ്ടും ചാനൽ റീച്ചിന് വേണ്ടി കളിക്കുക. ഭർത്താവിൻ്റെ യൂട്യൂബ് ചാനൽ നെയിം കണ്ട ഗഫൂർ ടോക്സ്, മറ്റേത് സിലു ടോക്സ്. സിലു ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇക്ക വീഡിയോ ചെയ്യുമെന്ന്. ഇക്ക സൂപ്പർ. ഇത് അവരുടെ ഒരു കളിയാണ്, രണ്ടുപേരും ഒത്തു കളിയാണെന്ന് പറയുന്നു. വീട് വിൽക്കേണ്ടതുണ്ടോ? ചില തീരുമാനങ്ങൾ വൈകി എടുക്കുന്നതാണ് ഗഫൂർ ഭായി നല്ലത്. കാരണം ഇന്നത്തെ ദേശീയം യുഗയും ഒക്കെ കഴിഞ്ഞാൽ മക്കൾ വളർന്നു വരുന്നത് കാണുമ്പോൾ അവർ ചില തീരുമാനങ്ങൾ തെറ്റായി തോന്നുന്നത്. കഴിയുന്നതും പരസ്പര സ്നേഹത്തോടെ പഴയതുപോലെ ഒരുമിച്ച് ജീവിക്കാൻ നോക്കണം. ഇതിപ്പം നല്ല മനസ്ഥിതിയുള്ള ആൾക്കാരാണ്. കാരണം അവർ നോക്കുമ്പോഴേക്കും എന്താ ഇവർ അടിച്ചു പിരിഞ്ഞ് പോകുന്ന ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുള്ള കാര്യങ്ങളാണ്. പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകട്ടെ എന്ന് നല്ല മനുഷ്യർ അവരങ്ങനെ ആശംസിക്കുമ്പോൾ മറ്റു ചിലർ ഇറങ്ങിപ്പോയതും നല്ലത്, മറ്റവൾ ഇങ്ങനെയാണ്, അവളിങ്ങനെ, ഇവരെ അറിയത്തില്ല, കണ്ടിട്ടില്ല. ഞാനൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം ഇവർ നേരിട്ട് ഇവരെ കുടുംബത്തോടെ കണ്ടിട്ടുണ്ട്. ഒന്നും അറിയാത്തവരെ അങ്ങ് ഒറ്റയടിക്ക് അങ്ങോട്ട് കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. എന്തൊരു കാലം, എന്തൊരു ലോകം. ഓരോരുത്തരും ഒറ്റയ്ക്കാകുമ്പോൾ പവർ കൂടും. ഇനി ഇങ്ങനെ വേറെ ലെവലാകും. ഇയാൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയുമോ? എനിക്ക് ഈ എന്താണ്, നിങ്ങൾ ഈ ചാനൽ നോക്ക്. ഇന്നലെ ഒരു വീഡിയോ ഇട്ട് ഇന്നത്തേക്ക് മോട്ടസായി. എനിവേ ഇക്ക രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം. കുട്ടികൾക്ക് അവരുടെ ഉമ്മയോട് അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റി അത് തരട്ടെ, ആമീൻ. ആ കുഞ്ഞു മക്കളെ ഓർത്ത് നിങ്ങൾ ഒന്നിക്കണം. തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും, പറഞ്ഞു തീർത്താൽ ഓക്കെ. നിങ്ങൾ തമ്മിൽ നന്നായി കണ്ടാൽ മതി. ഓക്കെ. ആഹാ, ഉഷാറായില്ലേ. വൈഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ സൗണ്ട് ഉണ്ടായിരുന്നില്ല, അതെന്താ? അന്ന് സൗണ്ട് ഉയർത്താൻ ഓള് കഴുത്തിന് പിടിച്ചോ? സത്യമല്ലേ? എടേ, ഞാൻ ഇതിനകത്ത് ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് പുള്ളി പറഞ്ഞത് നമ്മൾ കേട്ടു. ഇനിയിപ്പം പുള്ളിക്കാരൻ വളരെ വിലക്കുറവിൽ ആ സാധനങ്ങളൊക്കെ വിൽക്കുന്നു. പണ്ടൊരു ഹോം അപ്ലയൻസിൻ്റെ സ്ഥാപനം നടത്തിയിട്ടുള്ള ഒരു അത് വെച്ചിട്ടാണെങ്കിൽ അത് ഏറ്റവും വിലക്കുറവ് തന്നെയാണ്, അതിൽ യാതൊരു സംശയമൊന്നും വേണ്ട. എനിവേ ഗൈസ്, ഞാൻ ഈ വീഡിയോ കാണുന്ന ആൾക്കാരടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ ഇതിനകത്ത് രണ്ട് ഭാഗവും കേൾക്കുന്നു. ഒരാളുടെ ചാനലിൽ കൂടെ അയാൾ അത് പറയുന്നു, ആ ഒരു സ്ത്രീ അവരുടെ 5 മക്കളുമായിട്ട് മാറി നിന്നിട്ട് അവർ സംസാരിക്കുന്നു. എന്താണ് റിയൽ റീസൺ പറയുന്നില്ല. ഇദ്ദേഹവും റീസൺ പറയുന്നില്ല. ഞാൻ ഗൾഫിലേക്ക് പ്രവാസിയാണ്, ഞാൻ ഗൾഫിലേക്ക് പോകുന്നുള്ള കാര്യം. ചിലപ്പോൾ ചെറിയ വിഷയങ്ങളായിരിക്കാം, ചിലപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളായിരിക്കാം. എന്തോ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ചാനൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അതങ്ങനെ അല്ല എന്നാണ് ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ചില ഇൻബോക്സിൻ്റെ അകത്തേക്ക് വന്ന ചില കമൻസുകൾ, മെസ്സേജസും മറ്റുള്ള കാര്യങ്ങളുടെ അകത്തു നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ സംതിങ് ഉള്ള കാര്യങ്ങളാണ്. ആ പറഞ്ഞ ഇതിനകത്ത് നിന്ന് ഇപ്പം ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ വലിയ കുറേ കടങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കടങ്ങളൊക്കെ തീർന്നൊക്കെയാണ് അറിയുന്നത്. അതൊക്കെ സത്യമാണോ ഇല്ലൊന്നും എനിക്കറിയത്തില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് ഇന്റേണലി എന്തൊക്കെയോ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു, അത് ചിലപ്പോൾ വൈകാതെ പുറത്ത് വന്നേക്കാം എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് ആ ചില മെസ്സേജുകളൊക്കെ എനിക്ക് വന്നിട്ടുള്ളത്. അത് ഏതാണ് എന്നുള്ളതൊന്നും നമുക്ക് ആർക്കും അറിയത്തില്ല. ഏതാണ് ശരി, സത്യം ഏതാണെന്നുള്ള കാര്യം ഇവർ പറയണം. അതല്ല, ഇവർക്കിടയിൽ അകലം വളരെയധികം കൂടുതലാണ്. ചിലപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തവർ പിരിഞ്ഞു പോകുന്നതിൽ ഒരു തെറ്റുമില്ല, ഞാനങ്ങനെ കാണുന്നില്ല. വീണ്ടും കൂട്ടി യോജിപ്പിക്കേണ്ട കാര്യവുമില്ല. അത് ഏച്ച് കിട്ടിയാൽ മുഴച്ചിരിക്കും.
അപ്പോൾ അങ്ങനെ പോകുന്നവരാണെങ്കിൽ ലീഗലായിട്ട് അവരുടെ ആ ഒരു നടപടിക്രമങ്ങളിലൂടെയൊക്കെ അവർ പോട്ടെ. അതല്ല ഇതിനകത്ത് ഒരാൾ മറ്റൊരാളെ ചീറ്റ് ചെയ്തു, അല്ല ഈ മറ്റേ സിലു ടോക്സിലെ സ്ഥലം വന്ന് ഇദ്ദേഹത്തിൻ്റെ അടക്കം ചാനൽ അടിച്ചു കൊണ്ടുപോയി, ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തികം മൊത്തം കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ നശിപ്പിച്ചു നാമാവശേഷമാക്കി എന്നുള്ള രീതിയിലാണ് അവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാം. അതുപോലെ അവർക്കും അവരുടെ ലൈഫിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടാണോ ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ആ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് മുന്നോട്ട് പോകാമെന്നുള്ള കാര്യമാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതിൻ്റെ അകത്തുള്ള യഥാർത്ഥ റീസൺ നിങ്ങൾക്കോ എനിക്കോ അറിയാത്തിടത്തോളം കാലം ഏകപക്ഷീയമായി ഒരാളെ ചവിട്ടിത്തേക്കാൻ നിൽക്കുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല എന്ന് മാത്രം. കാരണം നമ്മളെ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് ഓരോ ദിവസവും പത്രവാർത്ത എടുത്ത് നോക്കുന്ന സമയത്ത് കാണുന്ന വളരെയധികം വേദനിപ്പിക്കുന്ന, കണ്ണു നനയിക്കുന്ന കാഴ്ചകളാണ്. ഒരു 5 കുട്ടികളെയും കൊണ്ട് മാറി താമസിക്കുന്ന ഒരു സ്ത്രീയുടെ മെക്കിട്ട് കയറുന്ന കാഴ്ച വളരെ എവിഡൻ്റ് ആയിട്ട് കാണുന്നു. ഇത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വെറുപ്പായിരിക്കും. ഇദ്ദേഹത്തിനെ ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് അവസാനം പൈസയായി, മറ്റതായി, മറിച്ചതായി, ഇതെല്ലാം കണ്ടിട്ട് ഇയാളെ വിട്ടിട്ട് പോയതാണ്, അവർക്ക് വേറെന്ത് ഉദ്ദേശമുണ്ട്, മറ്റതാണ് മറിച്ചാണ്. ഇത് നമ്മുടെ മുമ്പിൽ അതിൻ്റെ സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും വസ്തുത അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ളവരാണോ? ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതാണോ? അതല്ല മറ്റെന്തെങ്കിലും സത്യമുണ്ടോ? ഓക്കെ, എന്തായിരുന്നാലും കാത്തിരിക്കാം. ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ട് നമ്മൾ കേൾക്കുന്നതും അറിഞ്ഞതും അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റെന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് പുറത്തു വരട്ടെ, എല്ലാം നല്ലതായിട്ട് വരട്ടെ, ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നു ഗൈസ്. ബൈ.